ആശുറായിനി താസുറായിനി നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ആശുറായിന്റെ നോമ്പ് നോറ്റു, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഞാൻ 9 നോൽക്കും അടുത്ത വർഷം ഉണ്ടാവുകയാണെങ്കിൽ. കാരണം എന്താ? ജൂതന്മാരൊക്കെ മൂസ അലൈഹി ഇസ്ലാമിനെ മറ്റൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ആ രക്ഷപ്പെട്ട ദിവസം വെച്ച് പിന്നെ ആശുറാന്റെ നോമ്പ് അവരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എതിരാകാൻ വേണ്ടി നമ്മൾ 9 കൂടി നോൽക്കുക. ഇവിടെ ഇപ്പൊ യാതൊരു ജൂതനും ഇല്ല, മുനാഫിക്കും ഇല്ല, മുസ്ലിമും ഇല്ല, കാഫിറും ഇല്ല. നോമ്പ് നമുക്ക് ഇന്ന് കിട്ടിയാൽ നാളെയും കിട്ടി, ഏതെങ്കിലും ഒരു ദിവസം 2-3 ദിവസം ഉണ്ടായിട്ട് നോറ്റാലേ ഏതെങ്കിലും ഒരു ദിവസം അതിൽ പെടുമല്ലോ എന്നുള്ള. എന്തിനാണ് ഈ നോമ്പ്? നോമ്പ് നോൽക്കലാണോ ഇബാദത്ത്? ഇബാദത്ത് മനസ്സിലുണ്ടാവേണ്ടതാ. അത് കൈകൊണ്ടും കാലുകൊണ്ടും അല്ല. ഇപ്പൊ ജിമ്മിലൊക്കെ പോയ എല്ലാവരും ഭയങ്കര ഇബാദത്ത് തന്നെയല്ലേ. എന്തുമാത്രം അധ്വാനമാണ് അവരൊക്കെ ചെയ്യണത്. തടി കൊണ്ടുള്ളതാണെങ്കിൽ ജിമ്മിലല്ലേ ഏറ്റവും വലിയ ഇബാദത്ത് നടക്കുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ഇബാദത്ത് ഉണ്ടെങ്കിലേ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ പ്രസക്തി ഉള്ളൂ. മനസ്സിന്റെ ഉള്ളിലുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനാണ്. അത് എല്ലാ അമ്പിയാക്കന്മാർ പ്രത്യേകം കരാർ ചെയ്തു വിട്ടതാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയാണ് നിങ്ങളുടെ കാലത്ത് വന്നാൽ നിങ്ങൾ അംഗീകരിച്ചോളണം. ശരീഅത്തിന്റെ പ്രവർത്തികളോ ഇബാദത്തുകളോ അത് ഓരോ കാലത്തനുസരിച്ചും, ചിലപ്പോൾ പഴയ കാലത്താണ് ചിലപ്പോൾ പുഴ വെട്ടലായിരിക്കും ഇബാദത്ത്, ചിലപ്പോൾ എന്തെങ്കിലും ഭൂമിയുടെ സൗകര്യങ്ങൾ ശരിയാക്കലായിരിക്കും ഇബാദത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ നിസ്കരിക്കലായിരിക്കും, ചിലപ്പോൾ നോമ്പായിരിക്കും. അത് ശരീഅത്തിന്റെ നിയമങ്ങൾ പലർക്കും പല കാലത്തും പല രീതിയിലാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ദീന് തൗഹീദ് എന്നും ഒന്നാണ്. അത് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് വന്ന് അന്ന് പഠിപ്പിച്ചു വിട്ട ഇവിടെ നമ്മൾ പാലിച്ചിരിക്കേണ്ട ആ ഒരു രീതി അള്ളാഹു കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള ആളുകളെ വിട്ടു തന്നിട്ടുണ്ട്. അവർ പറയുമ്പോൾ മുഖം തിരിച്ച് ഇബ്ലീസിന്റെ പിന്നാലെ പോകുമ്പോഴാണ് പ്രശ്നം. യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളണമെങ്കിൽ ആ കരാറ് പുതുക്കി, ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹു നമ്മോട് ചെയ്ത കരാറ് പുതുക്കി, ഈ ലോകത്ത് ആ കരാറ് പുതുക്കാൻ പറ്റിയ ആളെ പിടിച്ച് കരാറ് പുതുക്കി മുഅ്മിനായെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, ഈ പറയുന്ന നോമ്പിനും ഈ പറയുന്ന നിസ്കാരത്തിനും മറ്റും ഒക്കെ പ്രസക്തിയുള്ളൂ. മുഅ്മിനീങ്ങളോടാണ് അള്ളാഹു നോമ്പ് നോൽക്കാനും മറ്റൊക്കെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ നിങ്ങൾ നോമ്പ് നോൽക്കണം. ഈമാൻ എന്നല്ലെങ്കിൽ പിന്നെന്താ നോമ്പ്? അപ്പൊ ഈമാൻ ഭദ്രമാക്കാൻ, ഈമാൻ ഉള്ളിൽ ഉറപ്പിക്കാൻ, മുഅ്മിനീങ്ങളുടെ ഗണത്തിൽപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഓരോ ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും നാം പഠിക്കേണ്ടതും അതിനുവേണ്ടി ശ്രമിക്കേണ്ടതും. ദീന് റസൂലുള്ളാഹിയാണെങ്കിൽ ദീന് ഹുസൈനാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈനെ ദീനാക്കി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ തൗഹീദിന്റെ ഹഖീഖത്ത് ഉൾക്കൊള്ളുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്. നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്നതല്ല തൗഹീദ്. ദിക്റുൽ ലിസാനി ലഖലഖത്തുൻ, നാവ് കൊണ്ട് ആർക്കും എന്തും ചൊല്ലാം. പക്ഷെ ഇതിന്റെ ഹഖീഖത്തിൽ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വാക്കുകളല്ല. ഇപ്പൊ ഖുർആനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഖുർആൻ ഈ 2 ചട്ടക്കുള്ളിലുള്ള എഴുതി വെക്കപ്പെട്ടതാണോ ഖുർആൻ? അള്ളാഹുവിന്റെ വാക്കുകൾ, അള്ളാഹുവിന്റെ സംസാരത്തിന് വാക്കുണ്ടോ? ശബ്ദമുണ്ടോ? അതൊരു സൃഷ്ടിയാണോ? ഇതിപ്പോ സൃഷ്ടിയാണോ അല്ലേ എന്നൊക്കെയുള്ള ചർച്ചയ്ക്ക് ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞു പോയതാ. ഇപ്പൊ ഇന്ന് മുസാഫിന്റെ സൃഷ്ടിയല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കലാമ് സൃഷ്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഈ കാണുന്നതല്ല കലാമ്. ഇതിനൊരു ഹഖീഖത്തുണ്ട്. അത് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൽബിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഹഖീഖത്താണ്. അത് ഈ എഴുതുന്ന വാക്കുകളല്ല. പലരും പറയും ഞങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലുന്നുണ്ടല്ലോ. എന്താ കാര്യം? മുഹമ്മദ് റസൂലുള്ളാഹി ഉള്ളിൽ, അതിന്റെ ഹഖീഖത്ത് ഉള്ളിലുണ്ടാവലാണ്. അല്ലാതെ ഈ വാക്കുകൾ ചൊല്ലലല്ല തൗഹീദ് എന്ന് പറയുന്നത്. അത് ഓരോ കാലത്തെയും മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് ആ തൗഹീദ്. അത് ചിലപ്പോൾ ഹുസൈൻ എന്നായിരിക്കും പേര്, ചിലപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നായിരിക്കും പേര്, ചിലപ്പോൾ യൂസുഫ് സുൽത്താൻ എന്നായിരിക്കും പേര്, ചിലപ്പോൾ നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി എന്നായിരിക്കും പേര്. അത്ര വ്യത്യാസമേ ഉള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഹഖീഖത്ത് എന്നും ഒന്നെ. അതിന്റെ വാഹകരായിട്ട് വരുന്ന ഖലീഫമാരാണ് ഇവരൊക്കെ. ഇന്ന് നമ്മുടെ മുന്നിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹ്, ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഹുസൈൻ, നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി, മഹാനവറുകളെ ഉൾക്കൊണ്ട് അവിടുത്തെ കൈപിടിച്ച് കരാറ് പുതുക്കി മുഅ്മിനീങ്ങളുടെ ഗണത്തിൽപ്പെട്ട് ജീവിച്ച് മരിക്കലല്ലാതെ അള്ളാഹു പറഞ്ഞ ഈ മുഅ്മിനീങ്ങൾക്ക് പ്രകാശമുണ്ട്, അവർക്കാണ് വിജയം, അവർക്കാണ് ജന്നത്ത്, എല്ലാവിധ സന്തോഷ വാർത്തയും അറിയിച്ച മുഅ്മിനിന്റെ ഗണത്തിൽ പെടണമെങ്കിലുള്ള മാർഗം ഇന്ന് ഇത് മാത്രമാണ്. ഈ മാർഗത്തിൽ നിന്നുകൊണ്ട് പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിലില്ലേ, മുനാഫിക്കുകൾ ചോദിക്കും ഉൻദുറൂനാ നക്തബിസ് മിൻ നൂരിക്കും, മുഅ്മിനീങ്ങൾ പ്രകാശവുമായിട്ട് പോകുമ്പോൾ ഒന്ന് നിൽക്കി, ഞങ്ങൾ ഒരു കുറച്ച് പ്രകാശം സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരോട് പറയപ്പെടുന്നതാണ് ഖീല റിജിഉ വറാഅക്കും വൽതമിസു നൂറ, നിങ്ങൾ തിരിച്ചു പോയിട്ട് അവിടുന്ന് നൂറായിട്ട് വന്നോളി. തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് ഇപ്പോ. ഇവിടത്തേക്ക് തിരിച്ചു വരണം എന്നാണ് അവിടുന്ന് അന്ന് പറയാ. അപ്പൊ ആ തിരിച്ചു വരണം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അപ്പൊ ഇവിടുന്ന് നൂറ് സ്വീകരിച്ചിട്ട് വേണം പോകാൻ. അതിനാണ് നാം കൂടെ
ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ചോദിക്കേണ്ട ഘട്ടം നമുക്കാർക്കും വരാതിരിക്കാൻ ഇവിടുന്ന് തന്നെ ആ പ്രകാശം എവിടുന്ന് കിട്ടും എന്നന്വേഷിച്ച് പ്രകാശം സ്വീകരിച്ച് ഈമാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരേ ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്ത കരാറിനെ ഇവിടുന്ന് പുതുക്കുക എന്നുള്ളതാണ്. ആ കരാറ് പുതുക്കാനുള്ള അധികാരി ഏത് കാലത്തുമുണ്ട്. ഈ കാലത്ത് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തിയാണ്. അവർക്കാണ് ഇന്ന് കരാർ പുതുക്കാനുള്ള അവകാശമുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമ്മതത്തോടു കൂടിയുള്ള ആ കരാർ പുതുക്കി അള്ളാഹുവിന്റെ മുഅ്മിൻ എന്ന ഗണത്തിലേക്ക് ആളുകളെ ചേർക്കാനുള്ള അധികാരം. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരിക എന്നതാണ് ഓരോ മുഅ്മിനല്ലാത്ത മുനാഫിക്ക് ഗണത്തിൽപ്പെട്ട മുസ്ലിം, കാഫിർ, ഏത് ഗണത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് നിർബന്ധമായിട്ടും ചെയ്തെങ്കിലേ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ.